അലീനയുടെ മനുവിനെ വരാനിരിക്കുന്ന ഒരു വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ മനു തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അലീനെ കണ്ടു തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. അപ്പം ഒരു നിർണായക അത് എൻഡിങ് പോർഷനിൽ എത്തുകയാണ്. കാരണം ഇനിയിപ്പം വിഷമത്തിൻ്റെ ഒരു രീതിയിൽ പോവാണ്. ഇത്രയും രാവിലെ വന്നിട്ട് എല്ലാവരെയും കണ്ടു, എല്ലാ സ്ഥലവും കണ്ടു. അതിന് തിരിച്ചു പോകുന്ന നേരത്ത് താൻ ഇത്ര നാൾ അടക്കി പിടിച്ചിട്ടുള്ള സ്നേഹം ഒരു പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. പക്ഷെ അതുപോലെ പെട്ടെന്ന് വിട്ടെറിഞ്ഞ് അവളെ വിട്ട് പിരിഞ്ഞു പോവുകയാണല്ലോ എന്നുള്ളൊരു തോന്നലും മനുവിൻ്റെ മനസ്സിലേക്ക് കയറി പറ്റി. മനുവിൻ്റെ അപ്പോൾ ബോധ്യപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ പാലായിലെ കടപ്പാട്ടൂരിലെ വീട്ടിൽ നിന്ന് വേലക്കാരിൽ നിന്ന്, അതായത് കൊട്ടാരമറ്റം വീട്ടിലെ തിരുവനന്തപുരത്തിലെ കൊട്ടാരമറ്റം വീട്ടിലെ ഒരു രാജ്ഞിയിലേക്ക് വളർന്നിട്ടുണ്ട് നമ്മുടെ അലീന. അത്രമാത്രം ദൈവം അവളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും അവളുടെ പൊസിഷൻ മാറി നിൽക്കുക എന്ന് പറയുകയാണ്. അവളെ ഇനി പിടിച്ചാൽ കിട്ടുമോ ഇല്ലെന്ന് പോലും അറിയത്തില്ല. പക്ഷേ അവളുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അലീനയുടെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കൂടെ നിൽക്കുന്നവർ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ എന്ത് തന്നെ വന്നു പറഞ്ഞാലും അലീനെ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഉറച്ച മനസ്സിൽ ഞാൻ ഈ നിധിയെ, ഈ മുത്തിനെ, ഈ പൊന്നിനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അലീനെ പോകാറായപ്പോഴത്തേക്ക് കെട്ടിപ്പിടിച്ചു. നെറ്റിയിലും കവിളത്തും ഒക്കെ ഒരു ഉമ്മ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് തേങ്ങലടിച്ച് കരയുവാണ് നമ്മുടെ അലീന. ആ ഒരു ഇതേ വിശേഷം തന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു. തേങ്ങലടിച്ച് കരയുവാണ്. എന്നിട്ട് പറയാം എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ചു വരാം, ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കാം എന്നുള്ളൊരു ധാരണയിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ കോറിഡോറിലൂടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, കാർ വന്നിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം നേരെ പുറത്തിറങ്ങിയിട്ട് അലീന പറഞ്ഞിട്ടുണ്ട്, ബൈച്ചേട്ടാ എങ്ങനെയാലും പെട്ടെന്ന് തന്നെ മനുവേട്ടനെ ടൗൺ വരെ എത്തിക്കണം, കാറിൽ കൊണ്ടാക്കണം എന്ന് പറയുകയാണ്. ശരി മോളെ എന്ന് പറഞ്ഞ് അങ്ങനെ കൈ അങ്ങോട്ടും ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ തിരിഞ്ഞ് നോക്കുന്നുണ്ട് നമ്മുടെ മനു. അലീനയ്ക്കാണെങ്കിൽ കണ്ണുനീരൊഴുക്ക് നിൽക്കുന്നില്ല. കാരണം എത്രമാത്രം ഒരുപാട് നാളുകൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുക, അതായത് കടപ്പാട്ടൂർ വീട്ടിൽ വന്നിട്ട് അവിടെ ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നാനുള്ള കാരണം മനുവിനോട് സ്നേഹം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് വിളിച്ചുകൊണ്ട് വന്നതും, പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഒരു നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടോ പോലും മുറിവേൽപ്പിക്കാത്ത ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് മനു മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു സ്നേഹം അന്ന് ഇന്നും വേലക്കാരി എന്നുള്ള രീതിയിലല്ല. ഇപ്പം ഇത് സത്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വൈജയുടെ മോളാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമല്ല, അല്ലാതെ അവളൊരു പെണ്ണാണ്, അത് അലീന ഒരു പെണ്ണാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അലീനയെ സ്നേഹിച്ചത്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേറ്റ്നസ് തന്നെയാണ്. നമ്മുടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഒരു വേലക്കാരിയൊക്കെ നമ്മൾ സാധാരണ ഒരു പണക്കാരിലൊരു പെണ്ണ് ഒരു ചെറുക്കന്മാർ സ്നേഹിക്കുമ്പോഴത്തേക്ക് അത് പല രീതിയിലുള്ളൊരു ദുഷിച്ച ചിന്തയിലൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു ചിന്തയിലാണ് സ്നേഹിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന അലീന അങ്ങനെ ഒരു ചിന്തയിൽ പോയിക്കൊണ്ടിരുന്ന ആ മനുവിനെ എങ്ങനെ സ്നേഹിക്കാണ്ടിരിക്കും നമ്മുടെ അലീന. അപ്പം അതെല്ലാം കഴിഞ്ഞ് അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് ഇപ്പം വണ്ടിയിൽ കൊണ്ടുവന്ന് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്ന, അതായത് ദൂരെ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ മനുവിനെ നിറ കണ്ണുകളോടെ നിൽക്കുന്ന അലീന 20 മിനിറ്റ്, അതായത് ആ വണ്ടി പോയിട്ട് തിരിച്ച് വരുന്നത് വരെ അലീന സിറ്റോട്ട് നിൽക്കുവാണ്. ഇതേ സമയം തന്നെ നമ്മുടെ സ്റ്റാൻലി തൻ്റെ റൂമിലിരുന്ന് ജനാലയ്ക്കുള്ളിൽ കൂടി നോക്കിക്കൊണ്ടിരിക്കുന്നത് അലീന ഇത്ര നേരമായിട്ട് എന്തുകൊണ്ട് തിരിച്ചു വന്നില്ല, ആ ഒരു ബന്ധം എന്താണ്, ആ വന്ന വ്യക്തി ആരാണ് എന്നുള്ള രീതിയിൽ, അതായത് തൻ്റെ ബന്ധുവാണെന്നൊക്കെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. പക്ഷെ എന്തായാലും എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അതറിയാനുള്ളൊരു വ്യഗ്രത ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ബൈജു തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് അലീന കയറി അകത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് കുട്ടീനെ വിളിച്ചിട്ട് അപ്പച്ച എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, അതായത് സ്റ്റാൻലിയാണ് ചോദിക്കുന്നുണ്ട്, ഈ വന്ന ചെറുക്കൻ ആരാന്നാ, അലീനയുടെ ആരാന്നാ പറഞ്ഞതെന്ന് ചോദിക്കും. അത് അലീനയുടെ അമ്മയുടെ ആങ്ങളുടെ മോൻ. അപ്പം ശരിക്കും അപ്പം ബന്ധം തന്നെയല്ലേ, ആ ബന്ധം തന്നെ. പക്ഷെ ശരിക്കും ആ ചെറുക്കൻ അവിടെ ഇവളൊരു വേലക്കാരിയാണെന്നുള്ള രീതിയിലല്ലേ അവിടെ വന്നേ. ആ വേലക്കാരി എന്നുള്ള വേലക്കാരിയെ ഒരിടത്ത് വേല ചെയ്തിട്ട് വേറൊരിടത്ത് പോകുമ്പോഴത്തേക്ക് അവരെ അന്വേഷിച്ച് പോകുന്നൊരു മനോഭാവം ഒരിടത്തും കാണിക്കുന്നില്ല. പക്ഷേ ഈ ഒരു കേസിൽ മാത്രം എന്താ നടക്കാൻ കാര്യം. അപ്പം അത് കുട്ടി പറയാം, എനിക്കത് തോന്നിയിട്ടുണ്ട്, പക്ഷെ ഞാനത് എങ്ങനെ അത് അവളോട് പറയുന്നില്ല, എങ്ങനെ അവളോട് ചോദിക്കുന്നതെന്ന് ചോദിക്കുന്നത്. പക്ഷേ ഇത് വഴിവിട്ടെന്നല്ല, അവർ നമ്മൾ ഉദ്ദേശിക്കാനായിട്ട് ഒരു ഇഷ്ടം ഉണ്ടെന്ന് തോന്നുന്നു പറയുമ്പോഴത്തേക്കും അത് എനിക്കും തോന്നുന്നുണ്ട്. സ്റ്റാൻലി ലാലിച്ച എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പച്ച അത് വേണ്ട, അപ്പച്ച പാലക്കാരുമായിട്ടുള്ള എല്ലാ ബന്ധം, എൻ്റെ മോളുടെ എല്ലാ ബന്ധം വേണ്ടെന്ന് വെക്കണം, അത് അവിടെ കൊണ്ട് തീർക്കണം. അവർ എൻ്റെ മോളെ ചുവന്നിട്ട് നോക്കിയില്ലോ പറഞ്ഞില്ലോ ഒന്നുമില്ല. മാത്രമല്ല പണ്ട് ഈ ബന്ധത്തിൽ ആ കുടുംബം സമ്മതിച്ചിരുന്നെങ്കിൽ എൻ്റെ മോള് 10-23 വർഷം ഈ അനാഥ ആശ്രമത്തിൽ കഴിയത്തില്ലായിരുന്നു. അത്ര രീതിയിൽ ഞാൻ അവളെ നോക്കിയേനെ, അല്ലെങ്കിൽ വൈദ്യ നോക്കിയേനെ. പക്ഷേ ഇത്
അവരെല്ലാം തിരസ്കരിച്ചോണ്ട് എൻ്റെ മോക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു. അതുകൊണ്ട് ഇനി ആ കുടുംബത്തുമായിട്ട് യാതൊരു ബന്ധമില്ല, എല്ലാ മുറിച്ച് മാറ്റണം. അത് ഞാൻ തന്നെ പറയാൻ പറയുമ്പോഴത്തേക്ക് അപ്പച്ചൻ പറയാണ്, സ്റ്റാൻലി നീ പറയണ്ട, നീ പറഞ്ഞാൽ ശരിയാത്തില്ല, ഞാൻ തന്നെ പറയാം, നിനക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ഉടനെ അപ്പച്ചനൊരു നോട്ടം നോക്കണം നമ്മുടെ ലാലിച്ചൻ അതെന്താ വർത്താനം അപ്പച്ച പറഞ്ഞെന്ന്, നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, കാരണം നീ സംസാരിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ദേഷ്യം ഉണ്ടാകത്തുള്ളൂ, അത് ഞാൻ അതൊരു പാകുതിയും പക്കുതിയും സംസാരിച്ചോളാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അല്ലാതെ നിനക്ക് സംസാരിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, അതിനുള്ള ബുദ്ധി ഞാനൊക്കെ നിനക്കുണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ എന്നിട്ട് പറഞ്ഞിട്ട് നമ്മുടെ അവധക്കുട്ടി അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ ബന്ധം പിരിയിക്കുക എന്നുള്ളത് രീതിയിലൊക്കെ തന്നെയാണ് അവരുടെ ഒരു ഉദ്ദേശം. അപ്പോൾ തിരിച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് അവധക്കുട്ടി നമ്മുടെ അലീനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ എനിക്കൊരു കാര്യം അറിയാനുണ്ട്, ഇപ്പം വന്നിട്ട് പോയില്ലേ ചെറുക്കൻ നമ്മുടെ മനു നിനക്ക് തമ്മിൽ എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അപ്പച്ച അത് അമ്മയുടെ ആങ്ങളുടെ മോനല്ലേ, ഞാൻ അത് മാത്രമല്ല ആ കുടുംബത്തിൽ അമ്മയും ആങ്ങളമാരും പെങ്ങന്മാരും അനിയത്തിമാരെല്ലാം എതിരെ നിന്നപ്പോഴത്തേക്ക് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചൊരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മനുവേട്ടന തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച് വന്ന് ആ സമയം മുതൽ ഈ ഏറ്റവും ലാസ്റ്റ് ഉള്ള സമയം വരെ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിച്ചു എന്നൊരു ആളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനുവേട്ടനാന്ന് പറഞ്ഞാൽ. മോളെ അത് മാത്രമല്ലല്ലോ അതിൻ്റെ അകത്ത്, കാരണം എന്ന് പറഞ്ഞാൽ ഒരു വേലക്കാരിയോട് ഇടപെടുന്ന ഒരു മെൻറ്റാലിറ്റി അല്ലല്ലോ ആ ചെറുക്കിന് നിന്നോട് ഉണ്ടായെന്ന് പറയുമ്പോഴത്തേക്ക്, ആ ചെറുക്കിന് നിന്നോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു. അവിടുത്തെ പറഞ്ഞ് ഇഷ്ടമുണ്ട് അപ്പച്ചാന്ന് പറയുമ്പോഴത്തേക്ക് അവൾ എന്നോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നീ എന്താ പറഞ്ഞേ എന്ന് ചോദിച്ചു. നിന്റെ മനോഭാവം എന്താണെന്ന് ചോദിച്ചു. എനിക്കും ഇഷ്ടം അപ്പച്ചാന്ന് പറയുമ്പോഴത്തേക്ക് നീ അത് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വേണ്ട മോളെ, നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് ജീവിച്ചിട്ട് ആ ഹിന്ദു ആൾക്കാരുടെ കൂടെ പോകുമ്പോഴത്തേക്ക് അതൊരു ശരിയായിട്ടുള്ള നടപടിയല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പച്ചാ ഞാൻ ഹിന്ദുവായിട്ടോ ക്രിസ്ത്യാനിയായിട്ടോ എന്നുള്ള രീതിയിലല്ല ജീവിച്ചത്, ഞാനൊരു മനുഷ്യ സ്ത്രീ, ആ ഒരു രീതിയിലാണ് എല്ലാവരെയും കാണുന്നത്, എന്നെ എല്ലാവരും ആ ഒരു മൈൻഡിലാണ് കാണുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് മാറ്റാനൊന്നുമില്ല. ക്രിസ്ത്യാനി എന്നല്ല, ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം അങ്ങനെ ഒരു വ്യത്യാസം എനിക്കില്ല. എന്നാലും ഞാൻ ഈ ബന്ധം നടക്കൂല്ലെന്ന് അറിഞ്ഞില്ല, പക്ഷെ എന്തായാലും ഞാൻ ഈശോയിൽ എൻ്റെ ദൈവത്തിൽ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്, ദൈവം നടത്തി തരുമെന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ പെട്ടെന്ന് അതുകൂടി മോൾ എന്തേ പറഞ്ഞത് ഈശോയിലെ സമർപ്പിച്ചെന്ന്. നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചാണ് നമുക്ക് ജീവിതം ഉണ്ടാകുന്നത്. അല്ല ഈശോയെ സമർപ്പിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലോകത്ത് ഈശോ എന്ന് പറഞ്ഞ വ്യക്തിയെ സാത്താന് കൊടുത്തേക്കുന്ന ലോകമാണ് ഈ ലോകം. അയാൾ വിചാരിക്കും എന്തൊക്കെ നടക്കണം എന്തൊക്കെ നടക്കണ്ടെന്ന്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഈ സാത്താൻ കയറിയിരുന്ന ആവശ്യമില്ലാത്ത ചിന്താഗതി കൊണ്ട് ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട ജീവിതം നമുക്കൊണ്ട് തരുന്നതുകൊണ്ടാണ് അങ്ങനെ എന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്നെ യേശു എന്ന് പറഞ്ഞൊരു വ്യക്തി, ആ ദൈവം എന്ന് പറഞ്ഞ വ്യക്തി നമുക്ക് ഇവിടെ അനുഭവിക്കുന്നിട്ടുള്ള യാതനകൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നല്ലൊരു സീറ്റ് തരും. അത്ര മാത്രമേ ഉള്ളൂ ദൈവത്തിന്, അല്ലെ ഈശോയ്ക്ക് ചെയ്യാനുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം അലീന ഒരു പുച്ഛത്തോടൊരു ചിരി, നിങ്ങളെല്ലാം ഈ മതത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വെച്ചേക്കുന്ന ഇത്ര മാത്രമല്ലേ എന്നുള്ള ചിന്തിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ പച്ച അത് മാത്രമല്ല പച്ച, ഒരു കാര്യം പറ്റേ, എൻ്റെ അപ്പൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലാക്കിയിട്ടല്ല എന്നെ പ്രജിത്താമ്മ ക്രിസ്ത്യാനിയായിട്ട് വളർത്തി. അതുപോലെ രേവതിക്കുട്ടിയുടെ അച്ഛനൊരു ഹിന്ദുവായിട്ടല്ല അവളെ ഹിന്ദുവായിട്ട് വളർത്തിയത്, ആർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ജീവിച്ചു വന്ന സാഹചര്യത്തിൽ ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ പോലും രാത്രി കിടക്കുമ്പോഴത്തേക്ക് രേവതിക്കുട്ടി എൻ്റെ മടി വന്നിട്ട് അവളുടെ തല ചായ്ച്ച് കിടക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ സഹോദരങ്ങളാന്നുള്ള രീതിയിലാണ് ജീവിച്ച്. എൻ്റെ അനിയത്തി അല്ല, അത് അവൾ വിചാരിക്കും എൻ്റെ ചേച്ചി എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ ഞങ്ങളുടെ ഇടയ്ക്ക് മതങ്ങളില്ല. മതങ്ങൾ ഇങ്ങനെ നിങ്ങളെപ്പോലെ ആൾക്കാരാണ്. മതങ്ങൾ മനുഷ്യരുടെ മനസ്സിലും മക്കളുടെ മനസ്സിലും മറ്റുള്ള ബന്ധുക്കളുടെ മനസ്സിലും കുത്തി നിറച്ച് ആവശ്യമില്ലാത്ത ചിന്താഗതി ഉണ്ടാക്കി വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെയില്ല. ഞാനിത് മനുവേട്ടനെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള വാദിക്കുമല്ല, കാരണം ഞാൻ ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഞാൻ ഹിന്ദു ആളെ കിട്ടിയെന്ന് അറിയാൻ വിഷയമില്ല എന്ന് വാദിക്കുമല്ല. പക്ഷേ മനുഷ്യസ്നേഹം ഉണ്ടെങ്കിൽ എവിടെയും ഒരുമയോടെ പോകാൻ പറ്റുന്നു മാത്രമേ ഉള്ളൂ. എന്താണ് മനുവേട്ടൻ്റെ കാര്യത്തിൽ മനുവേട്ടനെ കല്യാണം കഴിക്കാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ മനുവേട്ടനെ പറഞ്ഞ് മാറ്റാൻ പറ്റത്തില്ല. കാരണം എൻ്റെ മനസ്സിൽ നിന്ന് ഞാനൊരു കള്ളി ആവുമല്ല ഇവിടെ. കാരണം എൻ്റെ മനസ്സിലെ മനു എന്ന് പറഞ്ഞ വ്യക്തിനെ മാറ്റി നിർത്തിയിട്ട് വേണ്ടേ മനുവിനോട് പോയിട്ട് നിൻ്റെ മനസ്സിൽ നിന്ന് എന്നെ മായ്ച്ചു പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതി നോക്കുമ്പോൾ ഞാൻ ഫെയിലിയർ അവിടെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. എന്താണ് ദൈവത്തിന് ഞാൻ സമർപ്പിക്കുന്നുണ്ട്. ഇത്രയും ദൈവം നടത്തില്ല. ഞാൻ അനാഥാശ്രമത്തിൽ നിന്ന് ആ വ്യക്തി ഇപ്പം വന്ന് നിൽക്കുന്നത് കൊട്ടാരം പറ്റത്തില്ല, വലിയ വീട്ടിൽ ഒരു പട്ടുമെത്തയിൽ കടന്ന ഒരു രാജ്ഞിയെ പോലെ കഴിയുന്ന ഒരു അവസ്ഥ എനിക്ക് ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. എൻ്റെ കാര്യം ഇനിയും ദൈവം നന്നായിട്ട് നടത്തും എന്ന് പറയാണ്. ഇതൊക്കെ കേട്ടിരിക്കുമ്പോഴത്തേക്ക് അത് മതത്തിൻ്റെ കാര്യം മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞ് കേട്ടിരിക്കുമ്പോഴത്തേക്ക് അവധക്കുട്ടിക്ക് ഭയങ്കരമായിട്ട്
വീണ് പോവാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. മനു നിന്റെ സ്വത്ത് കണ്ടിട്ടാണോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു തോട്ടം കണ്ടിട്ടാണോ അവൻ നിന്റെ പുറകെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അപ്പച്ചൻ്റെ സ്വത്ത് ആർക്ക് വേണം? എനിക്ക് വേണ്ടല്ലോ, ഈ മകളായല്ല കൊച്ചുമകളായ എനിക്ക് വേണ്ടല്ലോ ഈ തോട്ടവും സ്വത്തൊന്ന്. എൻ്റെ സ്നേഹം കണ്ട് വന്നാണ് മനുവേട്ടൻ. പിന്നെ ആ മനുവേട്ടന് ഈ സ്വത്തും പണമൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാ ശരിയാന്ന് എന്ന് ചോദിക്കുകയാണ്. ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടിറങ്ങിയിട്ട് ശരി മോളെ അനുസരിച്ച് തീരുമാനമെടുത്തോ എന്നുള്ള രീതി പറഞ്ഞ് നിൽക്കുകയാണ്. അടുത്ത് കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കുട്ടിയും സാന്ദ്രയും ബോബിയും പിന്നെ മാമച്ചൻ്റെ ഗ്രേസിയമ്മയൊക്കെ എല്ലാം ടൂറെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് വീട്ടിൽ വന്ന് കയറി കഴിയുമ്പോഴത്തേക്കും കുറേ ദിവസമാണല്ലോ, വീടെല്ലാം ഭയങ്കര അലങ്കോലമായിട്ട് മാറാലയും അതെല്ലാം പിടിച്ചിരിക്കുകയാണ്. അപ്പം സാന്ദ്രയും ഗ്രേസിയമ്മയും എല്ലാം വന്ന് അടിച്ചുറ്റി മര്യാദയ്ക്ക് ഇരുന്നുണ്ട്, നിങ്ങളെല്ലാം അവിടെ ഇരുന്നാൽ മതി, ഇവിടെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോഴത്തേക്ക് മാമച്ചൻ പറയാം, അതെ അവളുടെ വെല്ലിപ്പം കൊടുത്ത വീടാ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചൂല് താഴെ ഇട്ടിട്ട് ഒരു നോട്ടം നോക്കും നമ്മുടെ രേവതിക്കുട്ടി. ഒന്നും കേൾക്കാത്ത മട്ടിലൊരു മൂളിപ്പാട്ടും പാടി പോവുകയാണ് നമ്മുടെ മാമച്ചൻ. എല്ലാം കഴിഞ്ഞ് വൈകിട്ടൊക്കെ എല്ലാം അടിച്ചു വാരിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് വൈകിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോയി ബോബിച്ചും പോയി ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കടക്കാനൊരുങ്ങുകയാണ്. അപ്പം ഗ്രേസിയമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഗ്രേസിയമ്മയ്ക്ക് മാമച്ചൻ്റെ ഗ്രേസിയമ്മയുടെ പ്രഷർ മാമച്ചൻ്റെ ഷുഗർ എല്ലാം ഈ കുറച്ച് ദിവസത്തിലുള്ള പുറത്തുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇച്ചിരി താളം തെറ്റി നിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി നാളെ മുതൽ നിങ്ങളെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് പുതപ്പെല്ലാം മൂടി കൊടുത്തിട്ട് പോകണം. മോളെ നീ ഒരുപാട് ക്ഷീണിച്ചല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല കുഴപ്പമില്ലമ്മേ എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം പറയും എന്താണ് പോയി കിടന്നുറങ്ങി വിശ്രമിക്കുന്നൊക്കെ പറയാം. അപ്പം ഗ്രേസി ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ രേവതിക്കുട്ടിക്ക്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയി കിടക്കാനൊരുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബോബിച്ചൻ വന്ന് ഗുഡ് നൈറ്റ് പറയണേ. എന്താ വാതിലും മുട്ടും, എന്താ അച്ചായൻ ചോദിക്കുമ്പോഴത്തേ അല്ല ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് കിടക്കാൻ തുടങ്ങും. എന്താ ഗുഡ് നൈറ്റ്, ആകെ ക്ഷീണിതനായിട്ടിരിക്കുക, ഇനി ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീം ഒന്നും ഗുഡ് നൈറ്റ് വേണം പറഞ്ഞു കുഴപ്പമില്ല, സ്വീറ്റ് ഡ്രീം ഒന്നും നടക്കത്തൊന്നുമില്ല, ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീം ചേർന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വീറ്റ് ഡ്രീം നടക്കുക കിടന്നു കഴിഞ്ഞ് അപ്പം തന്നെ ഉറങ്ങിപ്പോൾ പിന്നെ എഴുന്നേക്കുന്ന എപ്പോഴാണ് അപ്പോഴേ അറിയത്തുള്ളൂ, ബോധം ഉദിക്കത്തുള്ളൂ, അല്ലാതെ ഡ്രീം ഒന്നും കാണാനുള്ള സമയമില്ല എന്ന് പറയണം. അങ്ങനെ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് വാതിലടച്ച് കഴിയുമ്പോഴത്തേക്ക് ഫോൺ എടുത്ത് റിങ് ചെയ്യുകയാണ്. നമ്മുടെ അലീനെ വിളിക്കുക. അലീനെ വിളിക്കുമ്പോഴത്തേക്ക് 1-2 റിങ്ങിന് എടുക്കുന്നില്ല. അലീന ഇച്ചിരി തിരക്കിലൊക്കെയാണ്. അപ്പോൾ ദേഷ്യം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നൊരു സീനാണ് കാണിക്കുന്നത്. അങ്ങനെ 3ാമത്തെ കോളും ചെയ്യുവാണ് നമ്മുടെ രേവതിക്കുട്ടി 3ാമത്തെ കോൾ ചെയ്ത് ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴത്തേക്കാണ് ആ 3ാമത്തെ കോൾ എൻ്റെ ആകുന്ന മുമ്പ് തന്നെ അലീന ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ എടുത്തിട്ട് രേവതിക്കുട്ടി എത്തിയോ, എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേ എത്ര നേരം വെച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പം ചേച്ചിനെ വിളിക്കുമ്പോൾ ഞാൻ രോഹിത്തേട്ടനെ വിളിച്ചത് നന്നായിപ്പോയി എന്നൊക്കെ പറയുവാണ്. അപ്പം എന്നെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ആൾക്കാരെയൊക്കെ അല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചേച്ചി അതെന്താ വർത്താനം വെച്ച് പറയുന്നത്, ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വിടുവാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മളുണ്ട് സംസാരിച്ച് നേരം വെളുക്കുന്നവരിയ്ക്കുമല്ലോ, അപ്പം അവരോട് ഗുഡ് നൈറ്റ് പറയാൻ പറ്റാത്തൊരു സാഹചര്യം എത്തുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് മോളെ നിനക്ക് വേറൊരു ബന്ധം, അതായത് രോഹിത്തുമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ, അതിപ്പോൾ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലെന്ന്. ശരി എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ചേച്ചി പറ എന്നോട് വിശേഷം ചോദിക്കുമ്പോൾ മോളെ നീ ആദ്യം നിൻ്റെ വിശേഷം പറ, പിന്നെ യാത്രാ വിവരണങ്ങളെല്ലാം പറയുവാണ്. പിന്നെ ബോബിച്ചിനെ കുറിച്ചൊക്കെ പറയാം. ബോബിച്ചൻ ഭയങ്കര തമാശക്കാരൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ കണ്ടാലും തമാശ പറഞ്ഞ് ചില സമയത്ത് ചിരിച്ച് നമ്മുടെ വയറ് തന്നെ വേദനിക്കുന്ന രീതിയിൽ തമാശയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചില സമയത്ത് എന്നെ ആക്കി സംസാരിക്കുമ്പോൾ ഞാൻ ചില നോട്ടമൊക്കെ നോക്കി ഇല്ലാതാക്കി കളയുന്നുണ്ട്. അപ്പം പുള്ളിക്ക് ചില പേടിച്ചിരിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അപ്പം ഇതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആൻറ്റിയുടെ എന്തുകാരല്ലേ ചോദിക്കുമ്പോഴത്തേക്ക് ചേച്ചിയോട് എത്ര വട്ടം പറഞ്ഞു ചേച്ചി, അത് എൻ്റെ അങ്കിളിൻ്റെ മാമച്ചൻ്റെ അങ്കിളിൻ്റെ പെങ്ങളുടെ മക്കളാണ് 2 പേരും. മൂത്തത് ബോബിച്ചനും, രണ്ടാമത്തത് സാന്ദ്ര ചേച്ചിയാണ്. അപ്പം അവർ വർക്ക് ചെയ്യുന്നത് ഒരാൾ സൗദിയിലും മറ്റേ നേഴ്സുമാണ് എന്നൊക്കെ പറയുവാണ്. ആണോ, ഞാൻ ചേച്ചിയോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരുപാടല്ല ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ള, ചേച്ചി ഓർക്കുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ശരിയാ മോളെ ഇനി ഓർത്തിരുന്നോളാം എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി പറ ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ പറ എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ മോളെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തെല്ലാം കേൾക്കട്ടെ പറ എന്ന് പറയുമ്പോഴത്തേക്ക് മോളെ ഞാൻ ഇവിടെ വന്ന സമയം മുതൽ ഈ ജോലിക്കാരുടേതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. അവർ ഈ ഇവിടെ കാണിക്കുന്ന അഴിമതിയും കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എൻ്റെ അപ്പച്ചനാണ്, അവത്തുക്കുട്ടി അപ്പച്ചൻ. പിന്നെ
ആളെ പറഞ്ഞു വിടുകയും ഇവിടുത്തെ കള്ളത്തരം കണ്ടുപിടിക്കുകയും അത് കഴിഞ്ഞ് പറഞ്ഞു കൊടുത്തിട്ടില്ല. ആൾ പിന്നെ ലീവിനാന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പോയിട്ടുണ്ട്. പിന്നെ അപ്പച്ചനുമായിട്ട് അതായത് പപ്പായായിട്ട് കുറച്ച് ശീതസമരമൊക്കെ ഉണ്ടായി, ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒന്നിച്ച് റെഡി ആയിട്ടുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര നമ്മളെ ഇല്ലാതാക്കി കളയുന്നതാണ്. പപ്പ എന്ന് പറയുമ്പോൾ ഭയങ്കര എല്ലാവരും പേടിപ്പിക്കുന്നതാണ്. പക്ഷേ എൻ്റെ അടുത്ത് മാത്രം നടക്കത്തില്ല. ഞാൻ ചെറിയ കുസൃതിയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാനും വരുന്നുണ്ട്, പപ്പാനൊന്ന് കാണാൻ വരുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നീ വന്നു കഴിഞ്ഞാൽ നിന്നെ ഉരുട്ടി പേടിപ്പിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ ഉരുട്ടി പേടിപ്പിച്ച് ഞാനും തിരിച്ച് പേടിപ്പിക്കുന്നു പറയാം. അത് പിന്നെ എങ്ങനെ ചേച്ചി അവിടെ പിടിച്ചു നിൽക്കുന്നു ചോദിക്കുക. അത് ഇപ്പോൾ ഇവിടുത്തെ അവത്തുക്കുട്ടി അപ്പച്ചൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ. അവത്തുക്കുട്ടി അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ അത് ആ പപ്പാടെ അച്ഛൻ. അപ്പം പുള്ളിക്കാരുള്ളത് കൊണ്ടാണ്. പുള്ളിക്കാരൻ പുനലൂരിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ഒന്ന് നിൽക്കുവാണ്. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ആയിരുന്നു. ഇപ്പം ഞാനിവിടെ ഉള്ളതുകൊണ്ട് എനിക്കും ഏറ്റവും കൂട്ടായിട്ട് എൻ്റെ കാര്യത്തിലെല്ലാം സപ്പോർട്ടൊക്കെ അവിടെ നിൽക്കുന്നതാണ് എൻ്റെ അപ്പച്ചൻ. അതുകൊണ്ട് പറയുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഇച്ചിരി ഒരു ആശ്വാസം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ട് പപ്പ, എങ്ങനെയുണ്ട്? പപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഭീകര രൂപമാണ്. പിന്നെ സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കാതെ നടക്കുവാണ്. പക്ഷെ അവിടുത്തെ അച്ഛൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അതായത് ബാലചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പുള്ളി മനുഷ്യൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് നിന്ന് സ്നേഹിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറയണം. അവിടുത്തെ പോലെ മനുവാട്ടിനും പിള്ളേരും ഒന്നും നിൽക്കുന്ന സ്നേഹത്തെ പോലെ അല്ല എന്ന് പറയാണ്. അത് കഴിഞ്ഞ് പറയാണ്. പിന്നെ മനുവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. മനുവേട്ടൻ വന്ന് ഇവിടെ എല്ലാം ചുറ്റിക്കണ്ട് ഫുഡ് കഴിച്ചു പോയി എന്നൊക്കെ പറഞ്ഞത്. ചേച്ചി അപ്പോഴത്തേനെ രവി ചോദിക്കും, ചേച്ചി എനിക്കൊരു കാര്യം അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. പറഞ്ഞ മോളെ, മനുവേട്ടനെ ചേച്ചിക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കണം. അപ്പോൾ കേട്ടപ്പോൾ തന്നെ അത് ഇഷ്ടമാണ്. അതിപ്പോൾ ആരാ ഇഷ്ടപ്പെടാത്തതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനല്ലേ ചേച്ചിക്ക് കല്യാണം കഴിക്കുന്ന രീതിയിലുള്ളൊരു ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ മറുസൈഡിൽ നിന്ന് കരയുവാണ്. മോളെ ചേച്ചി എന്താ ചേച്ചി കരയുന്ന കാര്യം പറയാ ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞത്, മോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതായത് എല്ലാവരും സമ്മതിക്കണ്ടേ, ആരും സമ്മതിക്കത്തൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ അപ്പച്ചനൊന്നും സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ചേച്ചി എന്തിനാ വിഷമിക്കുന്ന? ഇവിടുത്തെ ഇപ്പം ബാലചന്ദ്രൻ, അതുപോലെ കൃഷ്ണമോള്, ഭവിതമോള്, അതുപോലെ എല്ലാവരും, അതായത് രോഹിതേട്ടൻ എല്ലാവരും സമ്മതിക്കുമല്ലോ. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് എല്ലാം നേരെയാകും. ചേച്ചി അതിനെക്കുറിച്ച് വറിയിടൊന്നാകണ്ട. ചേച്ചി ഇപ്പം ഉള്ള കാര്യത്തിൽ സന്തോഷിച്ച് പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് ചേച്ചിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. എനിക്കിഷ്ടമാണ്, എനിക്ക് പറിച്ചു കളയാൻ പറ്റത്തില്ല, അത്രമാത്രം എനിക്കിഷ്ടമാണ്. ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തി മനുവേട്ടനല്ലേ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റത്തില്ലെന്ന് പറയുന്നത്. എന്താണെങ്കിലും ശരിയാണ് ചേച്ചി, അത് നേരെയാകും, അത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു സമയം വരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി ആശ്വസിപ്പിക്കുകയാണ് അലീനയെ. അപ്പം പിന്നെ അങ്ങനെ വേറെ എന്നാണ് വിശേഷം ചേച്ചി? അവിടുത്തെ ചേച്ചിയുടെ പപ്പായ്ക്ക് ആരൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോഴത്തെ പറഞ്ഞാൽ പപ്പായ്ക്ക് 3 പെങ്ങന്മാരും ഒരു അനിയനും ഉണ്ടെന്ന് അറിഞ്ഞ്. അപ്പോൾ അവരെല്ലാം അവരുടെ 3 പേരുടെ കല്യാണം കഴിഞ്ഞു. ചേച്ചിമാരെ 3 പേരുടെ കല്യാണം കഴിഞ്ഞു, അനിയൻ്റെയും കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞ്. അപ്പം അവരെല്ലാം, അനിയനാണ് ഇപ്പോൾ തറവാട്ടിൽ താമസിക്കുക. അവർ പത്തനംതിട്ട പുനലൂർ ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് താമസിക്കുന്നത് എന്ന് പറയുകയാണ്. ചേച്ചി അപ്പോൾ ഈ പുനലൂരാണ് അപ്പച്ചൻ്റെ ഒക്കെ വീടെന്ന് ചോദിക്കുക. അതെ പുനലൂരാണ്. അപ്പം ചേച്ചി ഷെറിൻ ചേച്ചിയുടെ കാര്യം ഒന്ന് അന്വേഷിക്കാവോ എന്ന് ചോദിക്കണം. ഷെറിൻ ചേച്ചിയുടെ അല്ലേ, ശരി അന്വേഷിപ്പിക്കാം എന്ന് പറയാം. അപ്പച്ചനോടൊന്ന് പറയണമെന്ന് പറയണം. പറയാൻ മോളെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം എനിക്ക് നാളെ രാവിലെ ഞാൻ വിളിക്കുമ്പോഴത്തേക്കും അപ്പച്ചൻ്റെ ഡീറ്റെയിൽ അഡ്രസ്സും കാര്യങ്ങളെല്ലാം എനിക്ക് തരണം. ഞാനത് വെച്ച് ഞാൻ സംസാരിച്ചോളാം, ഞാനത് വെച്ച് ഞാൻ എല്ലാവരുമായിട്ട് ചോദിച്ചോളാം എന്ന് പറയാണ്. ശരി ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് പറയണേ. പിന്നെ നമുക്ക് ചിന്നിമോളൊന്ന് കാണാൻ പോകണ്ടേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചിന്നിമോളല്ലേ, പോകണം. അതായത് അലീനയാണ് ചോദിക്കുന്നത്. ചിന്നിമോളെ കാണാൻ പോകാം. അപ്പം നീ ഒന്ന് ഇങ്ങോട്ട് വരാമെന്ന്. ചേച്ചി അപ്പോൾ എറണാകുളത്ത് വരാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ തന്നെ എറണാകുളത്ത് തന്നെ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്ത് വരുമ്പോഴത്തേക്ക് നീ അവിടെ നിന്ന് കൊല്ലത്തുനിന്ന് അല്ലാതെ എറണാകുളത്തുനിന്ന് കൊല്ലത്തുനിന്ന് അപ്പം അപ്പോൾ ഇടയ്ക്ക് വെച്ച് കാണാമല്ലോ എന്ന് പറയാണ്. ശരി ചേച്ചി അങ്ങനെ കാണാമെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെങ്കിലും നമുക്കിത് ഷെറിൻ ചേച്ചിയുടെ കാര്യം അത്യാവശ്യം അന്വേഷിച്ച് കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ പറയുകയാണ്. ശരി ചേച്ചി എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ എന്നിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് രാവിലെ കിടന്ന് ഉറങ്ങുവാണ് രണ്ടുപേരും. എന്നിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്ക് രണ്ടുപേരും രേവതിക്കുട്ടി നേരെ ഡൈനിങ് ടേബിളിൽ പോയിരിക്കുകയാണ്, ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരിക്കുമ്പോഴത്തേക്ക്. അപ്പം അവർ എന്തുണ്ട് മോളെ വിശേഷം, ഇന്ന് രാത്രി നീ എന്നെടുക്കുമായിരുന്നു ചോദിച്ചോളൂ. അതെ ഇന്ന് രാത്രി ഞാൻ അലിനി ചേച്ചിയോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. നമ്മുടെ ഷെറിൻ ചേച്ചിയുടെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കണം, അന്വേഷിക്കണം. ഞങ്ങൾ അതിന് പോവുക ചിന്നിമോളെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ചിന്നിമോളെ കാണാൻ വേണ്ടി അല്ലെ ചേച്ചിനെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ കൊല്ലത്ത് പോവുക എന്ന് പറയാണ്. കൊല്ലത്ത് പോകാൻ അപ്പം നിങ്ങൾ ഓൾറെഡി ഫിക്സ് ചെയ്തു എന്നുള്ള മാമച്ചൻ ചോദിക്കേണ്ട. ഓൾറെഡി ഫിക്സ് ചെയ്തു, കാരണം ഞാൻ പിന്നെ അത് ഫിക്സ് ചെയ്യണ്ടേ. അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചിന്നിമോളെക്കുറിച്ചും വീട്ടുകാരെക്കുറിച്ചും മാത്രമല്ല ഷെറിൻ ചേച്ചിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതൊന്ന് കണ്ടുപിടിക്കണം അങ്കിളെന്ന് പറയുകയാണ്.
അപ്പം എന്നിട്ട് എങ്ങനെയുണ്ട് അവളുടെ ജീവിതമൊക്കെ എങ്ങനെയുണ്ടെന്ന് ഗ്രേസി ചോദിക്കുമ്പോഴത്തേക്ക് പറയണം ചേച്ചി അവളെ തകർത്തടിക്കുകയാണ്. ആദ്യം ചെന്ന് നിന്നപ്പോഴത്തേക്ക് കേണൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്ന ഒരാളാണ്. പക്ഷേ അലിന ചേച്ചിയുടെ മുമ്പേ ഇതൊന്നും നടപടിയുള്ള കേസല്ല. അലിന ചേച്ചി എല്ലാവരും അടിച്ച് വീഴ്ത്തി നിൽക്കുകയാണ്. ഇപ്പം ഇച്ചിരി നല്ല രീതിയിൽ അവർ അപ്പൻ വരെ സപ്പോർട്ടോടെ നിൽക്കുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അമ്മാവച്ചൻ പറയാം അല്ലെങ്കിൽ അവളൊരു മിടുക്കി തന്നെയാണ്. ആ മിടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയാലും എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ഒരു മിടുക്കുണ്ട് അലിനയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ബോബിച്ചൻ പറയുവാണ് അതാണ് എൻ്റെ ചേച്ചി എന്ന് പറയുകയാണ്. അത് നമ്മുടെ രേവതി പറഞ്ഞത് അതാണ് എൻ്റെ ചേച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് ബോബിച്ചൻ പറഞ്ഞു അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, എന്താണ് ഒരു മനുഷ്യ സ്ത്രീ അല്ലേ, ഇതിപ്പം പോസിബിളായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. കാരണം എല്ലാ കാര്യങ്ങളും സക്സസ് ആകാനുള്ള പോസിബിളുള്ള കാര്യങ്ങളല്ല, ചില കാര്യങ്ങൾ ഫെയിലിയർ ആകുമെന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം അച്ഛായ അങ്ങനെ പറയരുത്, ഞാൻ എൻ്റെ ചേച്ചിയെ ഒരു കാലിൽ മുള്ളു കൊണ്ട് മുറിഞ്ഞ് രക്തം വീഴുന്ന ആ സമയത്ത് സ്ഥലത്ത് ആ രക്തം ഉണങ്ങുന്ന മുമ്പേ അതൊരു പൂവായി മാറും, അത്രമാത്രം പവറുള്ളൊരിതാണ് എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ. അത്രമാത്രം പവറൊന്നുമില്ല, ചേച്ചി മനുഷ്യ സ്ത്രീ അല്ലേ എന്നുള്ള എനിക്ക് ചോദിക്കുമ്പോഴത്തേക്ക് ഗ്രേസി പറയുവാണ് ബോബിച്ച ആരെയോ വേണമെങ്കിൽ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ അവളുടെ ചേച്ചിയെക്കുറിച്ച് മാത്രം പറയരുത് എന്ന് പറയാണ്. ശരി എന്താണെങ്കിലും നോക്കാം എന്നുള്ള രീതി പറഞ്ഞ് ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ ഇപ്പം അടുത്ത് ഉടനെ തന്നെ നമ്മുടെ രേവതിയും അലീനയും കൂടെ ചേർന്ന് ഷെറിനെ കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. അവരതിനുവേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കോർത്തിണങ്ങിയുള്ള വിശേഷങ്ങളാണ് ഇനി വരുന്ന ദിവസം കാണാനുള്ളത്. അതായത് മടതൂരി മുമ്പ് എന്ന് പറഞ്ഞ സീരിയലിൽ ഗംഭീര ട്വിസ്റ്റ് നടക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കാണണം, കണ്ട് ആസ്വദിക്കണം. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഓരോരുത്തരെ ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒന്ന് പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.